പ്രേംലല്ലേട്ടാ, ബംഗ്ലാദേശിലെ ചൈനീസ് എംബസി ബംഗ്ലാദേശുകാർക്കൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശമാണോ നൽകിയിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇത് അല്പം കൗതുകവും എന്നാൽ അല്പം പ്രശ്നബാധിതവുമായ ഒരു സംഗതിയാണ്. അതായത് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന താരതമ്യേന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അവിടെ ഒരുപാട് ദരിദ്രരുണ്ട്, തൊഴിലന്വേഷകരുണ്ട്. അപ്പോൾ ഇവരെ എല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് ചൈനയിലേക്ക് സ്ത്രീകളെ കടത്തിക്കൊണ്ടുവന്നു, സ്ത്രീകളെയും പെൺകുട്ടികളെയും. അതെന്തിനാണെന്ന് വെച്ചാൽ ചൈനയിലുള്ള പുരുഷന്മാർക്ക് കല്യാണം കഴിക്കാനാണ്. അവിടെ പെണ്ണുങ്ങളില്ലേ? പെണ്ണുങ്ങളില്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഒരു 40 കഴിഞ്ഞ് പെരനിറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് കല്യാണം പെണ്ണുങ്ങളില്ല. അതിൻ്റെ കാരണം ഈ 1980 കാലയളവിൽ ചൈനയിൽ ഒരു നയം നടപ്പിലാക്കിയിരുന്നു, ഒറ്റക്കുഞ്ഞു പോളിസി. അതായത് അവിടുത്തെ ഉയർന്നു വരുന്ന ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനും ചെലവുകൾ വെട്ടിച്ചുരുക്കാനും ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പിലാക്കിയത് ഒരു പദ്ധതിയാണ്. നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല. അവിടെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ കർശന നിയമം, പട്ടാള ചിട്ടയാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടായാൽ അവർ കടുത്ത നിയമ നടപടികൾക്കും പിഴയ്ക്കും ഒക്കെ ഇരയാവും. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുള്ളപ്പോൾ അവിടെയുള്ള മാതാപിതാക്കൾ ഒരു കാര്യം ചെയ്തു. ഈ ലിംഗനിർണയം നടത്തി പെൺകുട്ടികളാണ് ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കി അബോർഷൻ ചെയ്ത് കളഞ്ഞിട്ട് ആൺകുട്ടികൾ മാത്രമാണ് ജനിച്ചുകൊണ്ടിരുന്നത്. ഏറിയ പങ്കും ആൺകുട്ടികളാണ് ജനിച്ചത്. അങ്ങനെ വന്ന് ഈ 1980 കാലയളവിൽ ജനിച്ച ഈ പറയുന്ന ആൺകുട്ടികൾക്ക് ഇപ്പോൾ വിവാഹപ്രായം കഴിഞ്ഞ് പെരനിറഞ്ഞ് നിൽക്കുക. ഏതാണ്ട് 40-43 വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും ഇപ്പോൾ. അല്ല, കൃത്യം പറഞ്ഞാൽ 45 വയസ്സായിട്ടുണ്ടാവും. ഇപ്പോൾ ഇവർ പലരും ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവർ പെണ്ണന്വേഷിച്ച് നാട് മുഴുവൻ നടക്കുന്നതല്ലാണ്ട് ഇത്ര ഏജ് ഓവറുമായി രക്ഷയില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? സമീപ രാജ്യങ്ങളിലേക്ക് പോയി. സമീപ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. ബംഗ്ലാദേശ്, മ്യാൻമാർ, ഇന്തോനേഷ്യ, കംബോഡിയ, ഇതേപോലെ കുറേ രാജ്യങ്ങളിൽ പോയിട്ട് ഇവിടെയൊക്കെ കുറേ ഏജൻറ്റുമാരുണ്ട്. അതായത് വിവാഹ ബ്രോക്കർമാരെന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ ഇവർ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ പെൺകുട്ടികളെയോ സമീപിക്കുന്നത് നല്ല മെച്ചപ്പെട്ട ജീവിതം, ജോലി, വിദ്യാഭ്യാസം ഇതെല്ലാം വാഗ്ദാനം ചെയ്തിട്ടാണ് ഇവരെ സമീപിക്കുന്നത്. അപ്പോൾ ഈ അരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ കഴിയുന്നവർ സ്വാഭാവികമായ ഒരു രക്ഷാമാർഗം എന്ന നിലയിൽ മെച്ചപ്പെട്ട ഒരു തൊഴിലോ മറ്റോ കിട്ടുമെന്ന് കരുതി ഇവരുടെ ഈ വലയിൽ വീഴുകയാണ്. അങ്ങനെ ഇവർ ഈ ചൈനയിലെത്തുകയും വിവാഹം കഴിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യും. ചിലർ സ്വമേധയാ അത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതിൽ പലരും ഒന്നെങ്കിൽ ഒരു ചെറിയ പക്ഷമെങ്കിലും കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവാം. പക്ഷേ ഏറിയ പങ്കും അവിടെ ലൈംഗിക അടിമകളായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ്. വീട്ടിൽ അടച്ചുപൂട്ടപ്പെട്ട നിലയിൽ അവരുടെ ഉദ്ദേശം, അവരെ കൊണ്ടുള്ള അവരുടെ ആവശ്യം കുട്ടികളെ ജനിപ്പിക്കാനായിട്ടുള്ളൊരു യന്ത്രം. ആ ഒരു നിലയിലാണ് ഈ ഇത്തരത്തിൽ വരുന്ന ആൾക്കാരെ അവർ പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ കരുതും ഇതൊരു കെട്ടുകഥയായിരിക്കും, ഇതൊക്കെ നടക്കുമെന്ന്. പക്ഷേ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന, മനുഷ്യാവകാശ സംഘടന 2019 അവരുടെ ഒരു പഠന റിപ്പോർട്ട് അവർ പുറത്തുവിട്ടു. അതുപ്രകാരം ഈ ഒരു സമ്പ്രദായത്തെ ചൈനയിൽ വിളിക്കുന്ന പേര് ഷെങ്നൻ ഷിദായ് എന്നാണ്. ഷെങ്നൻ ഷിദായ്, അതായത് മറ്റ് നാട്ടിൽ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്ന് വിവാഹം കഴിക്കുന്ന ഒരു ഏർപ്പാട്. അപ്പോൾ ഇതിന് ഇരകളാകുന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനെ വിവാഹം കഴിക്കപ്പെടുന്ന പെൺകുട്ടികളിൽ ഏറെയും വരുന്നത് ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമാർ, കംബോഡിയ, ഇന്തോനേഷ്യ, നോർത്ത് കൊറിയ, പാകിസ്ഥാൻ, വിയറ്റ്നാം. അപ്പോൾ ഈ പേരുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങൾ തന്നെയാണ്. പിന്നീട് പറയുന്നു ഈ 2020-2050 കാലയളവ്, അതായത് വരുന്ന കാലയളവിൽ ഏതാണ്ട് 30 മുതൽ 50 ലക്ഷം വരെ ചൈനക്കാർ ആണുങ്ങൾ അവിവാഹിതരായി തന്നെ നിൽക്കേണ്ടി വരും. നിലവിൽ അതായത് 2000 വന്ന പഠന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയിലെ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് 121 ആൺകുട്ടികൾക്ക് 100 പെൺകുട്ടികളെന്നാണ്. നമ്മൾ 1980 നിന്ന് 2000 വരുമ്പോഴാണ് ഈ പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അവിടെ ഈ ഒരു അനുപാതത്തിൽ വ്യത്യാസമുണ്ട്. ഇനി ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കല്യാണ ബ്രോക്കർമാരെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് സർവീസ് ഇവർ നടത്തുന്ന ആൾക്കാർ ഈ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി ഈ പെൺകുട്ടികളെ ചൈനയിൽ എത്തിച്ചതിന് ശേഷം അവരുടെ രേഖകളൊക്കെ പിടിച്ചെടുത്തിട്ട് ഇതേപോലെ ആർക്കെങ്കിലുമൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കും. വിവാഹം കഴിക്കുന്നതിന് അവർ ഒരു നിരക്കും ഈടാക്കും. അതൊന്നെങ്കിൽ $5000 മുതൽ $20,000 വരെയാണ്. ഒരു തരം മനുഷ്യനെ വിൽക്കുന്ന പോലുള്ളൊരു ഏർപ്പാട്. അപ്പോൾ ഇതേപോലെ ഈ ഒരു വലയത്തിൽപ്പെട്ട് കല്യാണം കഴിച്ച് അവിടെ കുടുംബമായിട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കിയാൽ പിന്നെ ഇവർ നിയമക്കുരുക്കിൽപ്പെടും. കാരണം ഇവർ അനധികൃത കുടിയേറ്റക്കാരായിട്ടായിരിക്കും പിന്നീട് പരിഗണിക്കുക.
അപ്പോൾ ഒരു തരം തടങ്കൽ ജീവിതമാണ് ഇവരവിടെ കഴിയേണ്ടി വരിക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചൈനയെക്കുറിച്ച് പൊതുവെ ഒരു വലിയൊരു സാമ്പത്തിക ശക്തിയാണ്, വലിയ രീതിയിൽ വികസിച്ചുകൊണ്ട് വരികയാണ്. പക്ഷേ അവിടെ ഇങ്ങനെ ചില ഒരു മോശം യാഥാർത്ഥ്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ചൈനയിലെ അധികൃതർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ശക്തമായ നിലപാടുകൾ, കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൈന നിലപാടെടുത്താൽ അത് കർശനമാണ്, അത് പാലിച്ചില്ലെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതുമാണ്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാനോ നിയമ നടപടികളിലേക്ക് കടക്കാനോ ഏതെങ്കിലും രീതിയിൽ ചൈന ഭരണകൂടം ശ്രമിക്കുന്നുണ്ടോ? അവിടെ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്കൊക്കെ ഇങ്ങനൊരു സംഗതികൾ നടക്കുന്നുണ്ടെന്ന് കൃത്യമായി അറിയാം. പക്ഷേ അവർ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു നയമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഇരകളായിട്ട് വരുന്നവരൊന്നും അവരുടെ പൗരന്മാരല്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ തന്നെ ഇവർ മതിയായ രേഖകളില്ലാത്ത കാരണം പറഞ്ഞ് ഇവർക്ക് നിയമപരമായി യാതൊരു പരിരക്ഷയും കിട്ടില്ല. പിന്നെ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തിയ ഒരു സംഘടന പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതിൻ്റെ പേര് ഗീവ് അസ് എ ബേബി ആൻഡ് വി വിൽ ലെറ്റ് യു ഗോ എന്ന് പറയുന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ മ്യാൻമാറിലെ നിന്ന് വന്ന പെൺകുട്ടികൾ 37 പേരുടെ അവരുടെ അനുഭവക്കുറിപ്പുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം പറയുന്നത് ഇത്തരത്തിലാണ്. കാര്യം ഇങ്ങനെ വന്നു പെട്ടു, അതിനുശേഷം വിവാഹം കഴിച്ചു. പക്ഷേ ഇതാണ് അവരെല്ലാം പലരും അവിടെ പരിഗണിക്കപ്പെടുന്നത് കുട്ടികളെ ജനിക്കാനുള്ള പാത്രം. അതായത് ഇത്രയും 40-42 വയസ്സായിട്ട് കല്യാണം കഴിക്കാതെ കഴിയുന്നവർ. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഈ ഒരു മാർഗത്തിലൂടെ പിന്നെ ഭാര്യമാരെ കണ്ടെത്തുന്ന ചൈനക്കാരിൽ ഏറിയ പങ്കും സാധാരണക്കാരാണ്. നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്കൊന്നും ഇത്തരം സംഗതികൾ വേണ്ടി വരില്ല. ഈ കൃഷിക്കാരും സാധാരണക്കാരുമായിട്ടുള്ള ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുക. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഓരോ രാജ്യത്തു നിന്ന് വരുന്ന പെൺകുട്ടികൾക്ക് ഓരോ നിരക്കാണ്. ഇപ്പം മ്യാൻമാറിൻ്റെ കാര്യം പറഞ്ഞു, ഈ 5000 മുതൽ 20,000 വരെ ഒക്കെ ഈടാക്കും. എന്നാൽ മറ്റ് ചില രാജ്യങ്ങൾക്ക് 3000 മുതൽ 13,000 വരെയാണ്. ചിലപ്പോൾ അവരുടെ മറ്റ് പല പ്രത്യേകതകളൊക്കെ പരിഗണിച്ചിട്ടാകാം. ഇങ്ങനെ ഓരോ രാജ്യത്തിനും ഓരോ നിരക്കനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ മനുഷ്യർ വിൽക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇത് തോന്നുന്നു അല്ലേ? സ്ത്രീകളെ ഒരിക്കലും ഒരു നിയമം ഉണ്ടാക്കുന്ന ഒറ്റ കുഞ്ഞു മതിയെന്ന്. അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, പുരുഷന്മാരുടെ എണ്ണം കൂടുന്നു, സ്ത്രീകളുടെ എണ്ണം കുറയുന്നു, വിവാഹം കഴിക്കാൻ പെൺകുട്ടികളില്ല. അതിലൊരു തിരുത്തുകൂടിയുണ്ട്. ഈ 2016 ചൈന ഈ ഒരു നയം തിരുത്തിയായിരുന്നു. ഇപ്പോൾ 2 കുട്ടികൾ വരെ ആകാം. പക്ഷെ അതിനുള്ളിൽ ഒരു വലിയൊരു ഗ്യാപ്പുണ്ട്. ഏതാണ്ട് 10-25 വർഷത്തോളം ഒരു കുഞ്ഞാണ്. അപ്പോൾ ആ സമയത്ത് ജനിച്ചവർക്കാണ് ഈ ഒരു പ്രശ്നമുള്ളത്.